അവൻ്റെ വലത് കൈയിൽ ഒരൊറ്റ നാഗത്തിൻ്റെ ചിത്രം ടാറ്റു അടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സ്വപ്നം തന്നെ കാണിച്ചത് ഇങ്ങനെയൊക്കെ നടക്കുമെന്നതിൻ്റെ സൂചനയായിട്ടായിരുന്നു. ആ കുതിരപ്പുറത്ത് വന്ന രാജകുമാരൻ അപ്പോൾ അജയ് ആയിരുന്നു. ചടങ്ങുകൾ തുടങ്ങിയപ്പോൾ സ്ത്രീകൾ അമ്മുവിനെയും കൊണ്ട് വിവാഹവേദിയിലേക്ക് ഇറങ്ങി. കത്തുന്ന അഗ്നികുംഭത്തിൻ്റെ മുന്നിലുള്ള ഇരിപ്പിടത്തിൽ അമ്മുവും അജയും ഇരുന്നു. അമ്മു മുഖമുയർത്തി അജയെ നോക്കി. അവൻ്റെ മുഖത്ത് ചെറിയൊരു തെളിച്ചമുണ്ട്. അജയ് അവളെ നോക്കി കണ്ണു ചിമ്മിയപ്പോൾ അമ്മു മങ്ങിയ പുഞ്ചിരിയോടെ മുഖം കുനിച്ചിരുന്നു. 2 ഹാരങ്ങൾ പൂജാരി ഇരുവർക്കും കൊടുത്തു. അവ പരസ്പരം കഴുത്തിലണിയാൻ പറഞ്ഞു. ആദ്യം അമ്മു അജയ്ക്ക് ഇട്ടുകൊടുത്തു. പിന്നെ അജയ് അമ്മുവിനും. രാജശ്രീ അമ്മുവിൻ്റെ വസ്ത്രവും അജയുടെ വസ്ത്രവും കൂട്ടിക്കെട്ടിയിട്ടു. പൂജാരി കർമ്മങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് മംഗൾസൂത്ര എടുത്ത് അമ്മു അജയുടെ കയ്യിൽ കൊടുത്തു. അജയ് വിറയ്ക്കുന്ന കൈകളോടെ അത് വാങ്ങി അമ്മുവിനെ നോക്കി. മേഘ, സോറി, ഇതല്ലാതെ നമുക്ക് മുന്നിൽ മറ്റൊരു മാർഗമില്ല. എന്നോട് നീ ക്ഷമിക്കില്ലേ? അജയ്ക്ക് അവളോട് ചോദിക്കാതിരിക്കാൻ കഴിയില്ല. പൂജാരി ഒന്നുകൂടി കെട്ടിക്കോളാൻ പറഞ്ഞതും അജയ് കണ്ണിറുക്കി അടച്ചു തുറന്നുകൊണ്ട് മംഗൾസൂത്ര അമ്മുവിൻ്റെ കഴുത്തിൽ ചാർത്തി. സീമന്തരേഖയിൽ സിന്ദൂരവും ചാർത്തി. 7 വട്ടം അഗ്നിയെയും വലം വെച്ചപ്പോൾ അവരുടെ വിവാഹം സമ്പൂർണ്ണമായിരുന്നു. ഇതേസമയം ചന്ദ്രൻപൂരിലെ അതിർത്തിയിൽ എത്തിയിരുന്നു സച്ചിയുടെ കാർ. അവരെ കാണാനുള്ള ആകാംക്ഷയിൽ കിച്ചുവും രാകേഷും ഹരിയും കാറിൽ നിന്നിറങ്ങി. അജയ് അയച്ചു കൊടുത്ത അഡ്രസ്സ് പറഞ്ഞു കൊടുത്തപ്പോൾ ഒരാൾ അവിടേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് അവർക്കൊപ്പം നടന്നു. ഇതൊരു കല്യാണ വീടാണല്ലോ കിച്ചു, അയാൾ ചൂണ്ടിക്കാണിച്ച വീട് കണ്ട് സച്ചി പറഞ്ഞു. ചിലപ്പോൾ അവർ ആ വീട്ടിൽ കാണും, വാ. കിച്ചു മുന്നോട്ട് നടന്നപ്പോൾ ഹരിയും രാകേഷും അവൻ്റെ പിന്നാലെ നടന്നു. ഭയ്യ, ഇവിടെ എന്താ വിശേഷം? സച്ചി വഴി പറഞ്ഞു കൊടുക്കാൻ കൂടെ വന്ന ആളോട് ചോദിച്ചു. ഗോപാലിൻ്റെ ചേട്ടൻ്റെ മകൻ്റെ വിവാഹമാണ്. അവരങ്ങ് മുംബൈയിൽ നിന്ന് ഒളിച്ചോടി വന്നതാ. ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് എതിർപ്പായതുകൊണ്ട് ഗ്രാമമുഖ്യൻ മുൻകൈ എടുത്ത് അവരുടെ വിവാഹം നടത്തുന്നതാ. സച്ചി അത് കേട്ട് ഒന്ന് പതറി. അവിടെയല്ലേ അമ്മു അജയ് ഉള്ളത്? ഇനി അവരായിരിക്കുമോ? ആയിരിക്കില്ല. സച്ചി സ്വയം ആലോചിച്ചുകൊണ്ട് അവർക്ക് പിന്നാലെ നടന്നു. ഗോപാൽ, നിന്റെ വീട്ടിലേക്ക് കുറച്ച് അതിഥികളുണ്ട്, അയാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞപ്പോൾ കല്യാണത്തിന് കൂടിയവരൊക്കെ തിരിഞ്ഞു നോക്കി. ഗോപാൽ സംശയത്തോടെ ഇറങ്ങി വന്നു. വിവാഹം കൂടാൻ വന്നതായിരിക്കും അല്ലേ? വരൂ. ഗോപാൽ അവരെ കൈകൂപ്പി അകത്തേക്ക് ക്ഷണിച്ചു. അല്ല, ഞങ്ങൾ രണ്ടുപേരെ തിരക്കി വന്നതാണ്, ഇവൻ്റെ അനുജത്തിയെ. സച്ചി കിച്ചുവിനെ ചൂണ്ടി പറഞ്ഞപ്പോൾ ഗോപാൽ സംശയത്തോടെ നോക്കി. കിച്ചു ഫോണിലുണ്ടായിരുന്ന അമ്മുവിൻ്റെ ഫോട്ടോ അവർക്ക് കാണിച്ചു കൊടുത്തു. എല്ലാവരും ആശ്ചര്യത്തോടെയും അമ്പരപ്പോടെയും നോക്കി. ഗോപാൽ സന്തോഷത്തോടെ അവരെ നോക്കി. രാജശ്രീ, ആരാ വന്നിരിക്കുന്നത് നോക്കൂ, നമ്മുടെ കല്യാണപ്പെണ്ണിൻ്റെ സഹോദരൻ. കിച്ചുവും സച്ചിയും ഞെട്ടിത്തെറിച്ചുകൊണ്ട് ഗോപാലിനെ നോക്കി. ഹരിയും രാകേഷും പകപ്പോടെ പരസ്പരം നോക്കി. കല്യാണപ്പെണ്ണോ? അല്ല ഭയ്യ, നിങ്ങൾക്ക് ആള് മാറിയതാവും. സച്ചി പറഞ്ഞപ്പോൾ എല്ലാവരും ചിരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ആളൊന്നും മാറിയിട്ടില്ല, വരൂ കാണിച്ചു തരാം. ഗോപാൽ അവരെയും കൂട്ടി സ്റ്റേജിനടുത്തേക്ക് നടന്നു. എന്നാലും മോനെ, പ്രണയത്തിന് മുന്നിൽ എതിരി നിൽക്കരുതായിരുന്നു. പരസ്പരം സ്നേഹിക്കുന്നവരെ നമ്മൾ അകറ്റാൻ പാടില്ല, അവരെ ഒന്നിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. സഹോദരി കണ്ടുപിടിച്ചത് നല്ലൊരു പയ്യനെയാണല്ലോ എന്നോർത്ത് സന്തോഷിക്കുകയാണ് വേണ്ടത്, അല്ലേ ഗോപാൽ? വേറൊരാൾ കിച്ചുവിനോട് പറഞ്ഞപ്പോൾ കിച്ചുവിനാകെ തല പെരുക്കുന്നത് പോലെ തോന്നി. സച്ചി, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? അമ്മൂനെയാണോ ഇവർ ഉദ്ദേശിക്കുന്നത്? രാകേഷ് ചോദിച്ചപ്പോൾ സച്ചി കൈമലർത്തി. ഒരു കൂട്ടം സ്ത്രീകൾ നൃത്തം ചെയ്യുന്നതിന് നടുവിലിരിക്കുന്ന നവദമ്പതിമാരെ നോക്കി ഗോപാൽ നിൽപ്പുന്നുണ്ടായിരുന്നു. രാജശ്രീ, ദാ കുട്ടിയുടെ വീട്ടുകാർ വന്നിരിക്കുന്നു, ഗോപാൽ ഉറക്കെ വിളിച്ചു പറഞ്ഞപ്പോൾ നൃത്തം ചെയ്തുകൊണ്ടിരുന്ന സ്ത്രീകൾ നൃത്തം മതിയാക്കി 2 വശത്തേക്ക് ഒതുങ്ങിക്കൊടുത്തു. വരൂ. ഗോപാൽ കിച്ചുവിനെയും കൂട്ടി മുൻപിലേക്ക് നടന്നു. തലയുയർത്തി നോക്കി അജയ് ശരീരം തളരുന്നതുപോലെ ഇരുന്നു പോയി. വർഷേ, ദേ നോക്ക്. അജയ് മുന്നോട്ട് കൈ ചൂണ്ടിക്കാണിച്ചപ്പോൾ അമ്മു തല ഉയർത്തി നോക്കി. കൊച്ചേട്ടൻ. അമ്മു ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് ഓടി. കിച്ചു സ്തംഭിച്ചു നിന്നുപോയി. അതേ അവസ്ഥയിലായിരുന്നു ഹരിയും രാകേഷും. സച്ചി ആവട്ടെ തൻ്റെ സംശയം സത്യമായിരുന്നു എന്ന ആശങ്കയിലുമായിരുന്നു. അമ്മു ഓടി വന്ന് അവൻ്റെ നെഞ്ചിൽ വീണ് അവൻ്റെ പുറത്ത് അമർത്തി പിടിച്ചു. കൊച്ചേട്ടാ, അവൾ വിങ്ങിക്കരഞ്ഞപ്പോൾ കിച്ചു മരവിച്ചതുപോലെ നിന്നുപോയി. അമ്മു മുഖമുയർത്തി അവനെ നോക്കി. അജയ് അവർക്കടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു. കിച്ചു തോറ്റവനെ പോലെ ദയനീയമായി അജയെ നോക്കി. അജയ്, എന്താ ഇതൊക്കെ? എന്തൊക്കെ ഇവിടെ നടക്കുന്നത്? രാകേഷ് പകപ്പോടെ ചോദിച്ചപ്പോൾ അജയ് തലകുനിച്ചു. ഞാൻ പറയുന്നത് നിങ്ങൾ ക്ഷമയോടെ കേൾക്കണം. ഞങ്ങളുടെ വിവാഹമായിരുന്നു ഇന്ന് ഇവിടെ വെച്ച്. ഹരി ഞെട്ടലോടെ അവനെ നോക്കി. അമ്മുവിൻ്റെ നെറുകയിലെ സിന്ദൂരത്തിലേക്കും അവൻ നോക്കി. രാകേഷ് കൈവീശി അജയ്ക്കൊന്ന് കൊടുത്തു. അജയ് കവിളിൽ കൈവച്ച് പകപ്പോടെ അവനെ നോക്കി. മറ്റുള്ളവർ അവർക്ക് ചുറ്റും കൂടി. ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്നമാണ്, ഇവരെ അറിയിക്കാതെ വിവാഹം കഴിച്ചതിൻ്റെ പിണക്കമാണ്, അജയ് ഗോപാലിനെ നോക്കി പറഞ്ഞു.
ശരി, നിങ്ങൾ തമ്മിൽ സംസാരിച്ചൊരു നല്ല തീരുമാനത്തിലെത്തണം. ഞങ്ങൾ ഭക്ഷണം കൊടുക്കുന്ന സ്ഥലത്തേക്ക് പോകട്ടെ. മറ്റുള്ളവരെല്ലാം പിരിഞ്ഞുപോയി. അമ്മു ഹരിയെ നോക്കി വേദനയോടെ മുഖം വെട്ടിച്ചു കളഞ്ഞു. അജയ്, ഞാൻ ചോദിച്ചത് നീ എന്താ മറുപടി പറയാത്തത്? നിന്റെ കുട്ടിക്കളിയല്ല വിവാഹം. രാകേഷ് രൂക്ഷമായി പറഞ്ഞപ്പോൾ അമ്മു അജയെ നോക്കി. കുറ്റം മുഴുവൻ ഒറ്റയ്ക്ക് ഏറ്റെടുത്തവനെ പോലെ തല കുനിച്ചായിരുന്നു അവൻ്റെ നിൽപ്പ്. അജയ്, ഒന്നും പറയല്ലേ ഏട്ടാ. ഞങ്ങൾക്ക് മുന്നിൽ വേറെ വഴിയില്ലായിരുന്നു. എനിക്ക് വേണ്ടിയാ, എൻ്റെ ജീവനും മാനത്തിനും വേണ്ടിയാ അജയ് ഇത്രയും കഷ്ടപ്പെട്ടത്. അജയ് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്നത്തെ പ്രഭാതം പോലും കാണില്ലായിരുന്നു. അമ്മു പൊട്ടിക്കരഞ്ഞു പറഞ്ഞപ്പോൾ കിച്ചു അവളെ വലിച്ച് നെഞ്ചോട് ചേർത്ത് മുഖം മുഴുവൻ ഉമ്മകൾ കൊണ്ട് മൂടി. എവിടെയായിരുന്നു കുഞ്ഞോളെ? നിന്നെ കാണാതെ ഞാൻ എന്തുമാത്രം വേദന നിന്നെന്നറിയോ? അമ്മു വിങ്ങിപ്പൊട്ടി അവൻ്റെ നെഞ്ചിൽ മുഖം അമർത്തി കൊച്ചുകുട്ടിയെ പോലെ ഏങ്ങിക്കരഞ്ഞു. കിച്ചു അവളെ നേരെ നിർത്തി കണ്ണു തുടച്ചു കൊടുത്തു. നിങ്ങൾ രണ്ടുപേരും അറിഞ്ഞുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ വന്നു നിൽക്കില്ലെന്നറിയാം. എന്താ സംഭവിച്ചത്? നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തി? കിച്ചു സാവധാനം അമ്മുവിനോട് ചോദിച്ചു. മുംബൈയിൽ നിന്നും ലോറി കയറിയതും ഗുജറാത്തിലെത്തിയതും ബസ്സിൽ വന്നു കൊണ്ടിരുന്നപ്പോൾ കൊള്ളക്കാരുടെ കയ്യിൽ പെട്ടതും അവരിൽ നിന്ന് രക്ഷപ്പെട്ട് ഇവിടെ എത്തിയതും എല്ലാം അമ്മു അവനോട് പറഞ്ഞു. ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ ഇവിടെയുള്ളവരോട് കള്ളം പറയേണ്ടി വന്നു. പക്ഷെ ആ കള്ളം ഈ അവസ്ഥയിൽ എത്തിച്ചു. അറിഞ്ഞുകൊണ്ടല്ല കിച്ചു ഏട്ടാ. സത്യങ്ങളൊക്കെ ഇവിടെയുള്ളവരോട് പറഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നറിയില്ല. വർഷയെ അവർ ഒരു മോശം പെണ്ണായി കാണരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഏട്ടൻ എന്നോട് ക്ഷമിക്കണം. കിച്ചുവിൻ്റെ കയ്യിൽ മുറുക്കി പിടിച്ച് അജയ് പറഞ്ഞപ്പോൾ ഒരു പുഞ്ചിരിയോടെ കിച്ചു അവനെ ചേർത്ത് പിടിച്ചു. നീ അമ്മുവിനെ തിരക്കി ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ, അവളെ അവിടുന്ന് രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞിന്ന് അതെനിക്ക് ഓർക്കാൻ കൂടി വയ്യ അജയ്. ഒരു ജന്മം മുഴുവൻ തീർത്താൽ തീരാത്ത കടപ്പാടാണ് നിന്നോട് എനിക്ക്. എങ്ങനെ നന്ദി പറയും ഞാൻ? കിച്ചു അവനോട് പറഞ്ഞു. കടപ്പാടൊന്നും വേണ്ട, ഏതായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചു. ഈ അടയ്ക്കാക്കുരുവേ എനിക്ക് തന്നെ തന്നാ മതി. അജയ് പല്ലിളിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ അമ്മു അവനെ കൂർപ്പിച്ചു നോക്കി. ഇനി നിനക്ക് തരാതെ പിന്നെ ആർക്ക് കൊടുക്കാനാടാ? ഇവളിപ്പോൾ നിന്റെ ഭാര്യയല്ലേ. ഇവിടുത്തെ ചടങ്ങായാലും വിവാഹം തന്നെയാ, സച്ചി ഗൗരവത്തോടെ പറഞ്ഞു. ഹരി മങ്ങിയ പുഞ്ചിരിയോടെ അമ്മുവിൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നു. അമ്മു അവനെ നോക്കാതെ മുഖം തിരിച്ചെങ്കിലും കിച്ചു അവളുടെ കയ്യിൽ പിടിച്ച് അവനെ നോക്കാൻ പറഞ്ഞു. അമ്മു, ഹരിക്ക് വാക്കുകൾ പുറത്തു വരുന്നുണ്ടായിരുന്നില്ല. ഹരി, ഇവിടെ വെച്ച് ഇപ്പോൾ അവളോടൊന്നും സംസാരിക്കണ്ട, കിച്ചു അവനോട് പറഞ്ഞപ്പോൾ ഹരിക്കും അത് ശരിയാണെന്ന് തോന്നി. ഓ, അപ്പോൾ ഇവനാണോ ഹരി? ഇവനെന്തിന് ഇവരുടെ കൂടെ എഴുന്നള്ളിയത്? അജയ് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അമ്മുവിൻ്റെ അടുത്തേക്ക് കുറച്ചുകൂടി നീങ്ങി നിന്നു. ആ കാഴ്ച വ്യക്തമായി കണ്ട രാകേഷും സച്ചിയും പരസ്പരം നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. ഗോപാലും രാജശ്രീയും സംഘവും അവരുടെ അടുത്തേക്ക് വന്ന് കഴിക്കാനായി വിളിച്ചുകൊണ്ടുപോയി. പായലും ജാൻവിയും അമ്മുവിനെ അജയെ നോക്കി സൂപ്പർ എന്ന് കാണിക്കുന്നുണ്ടായിരുന്നു. അജയ് തിരിച്ച് അവർക്ക് നേരെ തള്ളവിരൽ ഉയർത്തി കാണിച്ചു. നിന്റെ അനിയൻ്റെ പ്രകടനം കണ്ടാൽ തോന്നും അവൻ ഇവരോട് പറഞ്ഞ കഥയൊക്കെ സത്യമാണെന്നും അവരുടെ പ്രേമത്തിൻ്റെ വില്ലന്മാർ നമ്മളാണെന്നും. രാകേഷെ, നിന്റെ അനിയൻ അമ്മുവിനോട് മുടിഞ്ഞ മുഹബത്താണെന്ന് ആ വളിച്ച മുഖം കാണുമ്പോഴേ അറിയാം, സച്ചി പറഞ്ഞപ്പോൾ രാകേഷ് അജയെ തന്നെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. ഇരുവരെയും നോക്കുമ്പോൾ ഉള്ളിൽ എവിടെയോ ഒരു പിടപ്പ് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു ഹരിക്ക്. എന്താ കിച്ചു നീ ആലോചിച്ചിരിക്കുന്നേ? ഒന്നും കഴിക്കാതെ ഇരിക്കുന്ന കിച്ചുവിനെ നോക്കി രാകേഷ് ചോദിച്ചു. ഏട്ടനെന്തെങ്കിലും കഴിക്ക്, ഇന്നലെ ഒന്നും കഴിച്ചില്ലല്ലോ. ഇത്രയും ദൂരം യാത്ര കഴിഞ്ഞു വന്നതല്ലേ? ഹരി അവനെ നോക്കി പറഞ്ഞു. എനിക്ക് ഇറങ്ങുന്നില്ലടാ. ഇവരെയും കൊണ്ട് വീട്ടിലെത്തുമ്പോൾ ഉണ്ടാവുന്ന പൊട്ടിത്തെറി ഓർത്തിട്ടാ എനിക്കിപ്പോൾ ടെൻഷൻ. രാകേഷെ, നിന്റെ വീട്ടുകാർ ഇവളെ അംഗീകരിക്കുവോടാ? അവർ ഇതൊക്കെ എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല, കിച്ചു ആദിയോടെ ചോദിച്ചു. നീ ഇപ്പോഴേ ഓർത്ത് ടെൻഷൻ അടിക്കാതെ തൽക്കാലം അവരെയും കൊണ്ട് നമുക്കിവിടുന്ന് പോവാം. വരുന്നിടത്ത് വെച്ച് വരട്ടടാ. രാകേഷ് കിച്ചുവിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞെങ്കിലും കിച്ചുവിൻ്റെ അതേ ആശങ്ക രാകേഷിനും ഉണ്ടായിരുന്നു. കിച്ചു കൊണ്ടുവന്ന ബാഗിൽ അമ്മുവിനും അജയ്ക്കുമുള്ള വസ്ത്രങ്ങളുണ്ടായിരുന്നു. വീട്ടിൽ പോയാലും ചടങ്ങുകളൊന്നും മുടക്കരുത്. ഗൃഹപ്രവേശത്തിന് ചടങ്ങുകൾ അതുപോലെ നടത്തണം. രാജശ്രീ ഇറങ്ങാൻ തുടങ്ങിയ അവരെ ഓർമ്മിപ്പിച്ചു. ഗ്രഹത്തിൽ പോയിട്ട് വാതിൽപ്പടിയിൽ പോലും പ്രവേശിപ്പിക്കുന്ന ഇവിടെ ആദി. അജയ് നഖം കടിച്ചു പറഞ്ഞപ്പോൾ കിച്ചു ചിരിച്ചുപോയി. ജാൻവിയും പായലും വലിയ സങ്കടത്തോടെയാണ് അമ്മുവിനെ നോക്കി നിന്നത്. അവർ രണ്ടുപേരും അമ്മുവിൻ്റെ ഇരു കവിളിലും ഉമ്മ വെച്ചു. അമ്മു കണ്ണു നിറച്ച് അവരെ ചേർത്ത് പിടിച്ചു. വരാൻ ബുദ്ധിമുട്ടാണെന്നറിയാം, എങ്കിലും ഞങ്ങളെ ഇടയ്ക്കൊക്കെ ഒന്ന് ഓർക്കണേ കുട്ടികളെ, രാജശ്രീ പറഞ്ഞപ്പോൾ അജയ് രണ്ടുപേരെയും ചേർത്ത് പിടിച്ച് കണ്ണ് ചെമ്മി. ഗോപാലും രാജശ്രീയും സങ്കടത്തോടെ അവരെ യാത്രയാക്കി. ഒരു ഗ്രാമം മുഴുവൻ അവരെ രണ്ടുപേരെയും യാത്രയാക്കാൻ കൂടെയുണ്ടായിരുന്നു. അമ്മു കണ്ണു തുടച്ച് കിച്ചുവിൻ്റെ നെഞ്ചിൽ ചാരിയിരുന്നു. അജയ് ഇപ്പോഴും കൈവീശി നിൽക്കുന്നത് കണ്ട് സച്ചി അവനെ തള്ളി കാറിൽ കയറ്റി. മോൻ അത്രയ്ക്ക് സങ്കടമുണ്ടെങ്കിൽ അവിടെ തന്നെ നിന്നു, ഞങ്ങൾ പോയേക്കാം, രാകേഷ് പുച്ഛത്തോടെ പറഞ്ഞപ്പോൾ അജയ് മുഖം കൂർപ്പിച്ചു നോക്കി. അവളുടെ കൊച്ചേട്ടനെ കിട്ടിയപ്പോൾ ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും കാണിക്കുന്നില്ല. അജയ് അമ്മു കേൾക്കാൻ ഉറക്ക പറഞ്ഞപ്പോൾ ഹരി ചിരിച്ചുപോയി.
അമ്മു മുഖമുയർത്തി അവനെ നോക്കി കൊഞ്ഞനും കുത്തിയിട്ട് വീണ്ടും കിടന്നു. രണ്ടുപേരുടെയും തല്ലും വഴക്കും കണ്ട് ഹരി ആശ്ചര്യത്തോടെ നോക്കിയിരുന്നു പോയി. അജയ് പുറകിൽ കയറിയിരുന്ന് ഉറക്കം പിടിച്ചു. ഹരി കോ ഡ്രൈവർ സീറ്റിലും രാകേഷ് കിച്ചുവിൻ്റെ അടുത്തേ ഇരുന്നു. അവൻ്റെ ഇടതുവശത്തായി അമ്മുവും. നഷ്ടപ്പെട്ടു പോയ നിധി തിരികെ കിട്ടിയ പ്രതീതിയായിരുന്നു അമ്മുവിന്. കിച്ചുവിനെ അള്ളിപ്പിടിച്ചായിരുന്നു അവളുടെ ഇരിപ്പ്. ഹരി പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. അമ്മു നല്ല ഉറക്കമായിരുന്നു. ഒരു നെടുവീർപ്പോടെ അവൻ തിരിഞ്ഞിരുന്നു. സച്ചി പുച്ഛത്തോടെ അവനെ നോക്കി. നഷ്ടപ്പെട്ടു പോകുമ്പോഴേ എന്തിൻ്റെയും മൂല്യം തിരിച്ചറിയൂ ഹരി. നിന്റെ ഈ നെടുവീർപ്പിന് പോലും നിന്നോട് പുച്ഛമാണ്. ഹരി വിളറി വെളുത്ത് അവനെ നോക്കി. അമ്മു കണ്ണു തുറന്നപ്പോൾ കിച്ചു സീറ്റിൽ തലചായ്ച്ച് കിടക്കുകയാണ്. വലതുകൈ അമ്മുവിൻ്റെ നെറ്റിയിൽ ഇരിപ്പുണ്ട്. തൻ്റെ ചുമലിൽ എന്തോ ഭാരം തോന്നിയതിനാൽ അമ്മു തിരിഞ്ഞു നോക്കി. അജയ് അവളുടെ ചുമലിൽ തലചായ്ച്ച് കിടന്ന് നല്ല ഉറക്കമാണ്. ഇതെപ്പോൾ ഇവിടെ വന്നിരുന്നു കുരുപ്പ്? അമ്മു മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവനെ നോക്കി. നിഷ്കളങ്കമായി ഉറങ്ങുന്ന അവനെ അവൾ നോക്കി. മൂക്കിലേക്ക് വീണ് കിടക്കുന്ന നീണ്ട മുടിയിഴകൾ അവൾ വിരൽത്തുമ്പുകൊണ്ട് ഒതുക്കി വെച്ചു കൊടുത്തു. ഒരു നറുപുഞ്ചിരി അവളുടെ ചുണ്ടിൽ വിരിഞ്ഞു. നെഞ്ചിൽ കൊളുത്തി വലിക്കുന്ന ഒരു വേദനയോടെ ഹരിയ കാഴ്ച നോക്കിയിരുന്നു. രാകേഷിന്റെ ഫ്ളാറ്റിന്റെ മുന്നിൽ എത്തിയപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ധൈര്യമൊക്കെ എല്ലാവർക്കും ചോർന്നു പോയിരുന്നു. നിങ്ങൾ ഇങ്ങനെ കുന്തം പോലെ നിൽക്കാതെ ബെല്ലടിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുന്നവരെ നോക്കി സച്ചി പറഞ്ഞു. നിനക്കങ്ങനെ പറയാം. ഇവരെ കാത്തിരിക്കുന്നവരാണ് അകത്തുള്ളത്. പക്ഷെ സത്യങ്ങൾ തിരിച്ചറിയില്ല. അവരുടെയൊക്കെ പ്രതികരണം എന്തായിരിക്കും എന്ന് ഓർത്തിട്ട് എനിക്ക് കയ്യും കാലും വിറയ്ക്കുന്നു. കിച്ചു ടെൻഷനോടെ നെറ്റി തഴുകിക്കൊണ്ട് പറഞ്ഞു. സച്ചി കോളിംഗ് ബെൽ അടിച്ചപ്പോൾ വാതിൽ തുറന്നത് ശില്പയായിരുന്നു. അവൾ പ്രതീക്ഷയോടെ സച്ചിയുടെ പിന്നിലേക്ക് നോക്കിയപ്പോൾ കണ്ടു വാടിത്തളർന്നു നിൽക്കുന്ന അമ്മുവിനെയും അജയെയും. മോളെ അമ്മു. ശില്പ ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ചു. എവിടെയായിരുന്നു നീ? എന്തുമാത്രം വിഷമിച്ചെന്നറിയോ? ആകെ വാടിപ്പോയല്ലോ നീ. നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ? അമ്മുവിൻ്റെ മുഖത്താകെ പരതിക്കൊണ്ട് ശില്പ ചോദിച്ചപ്പോൾ കുഴപ്പമില്ലെന്ന് അമ്മു തലയാട്ടി. ഇവിടെ വാടാ കുരുത്തം കെട്ടവനെ. ശില്പ കപടദേഷ്യത്തോടെയും വിഷമത്തോടെയും അജയെ അരികിലേക്ക് വിളിച്ചു. ആകെ ക്ഷീണിച്ചു പോയല്ലോ ചെക്കാ നീ. എത്ര ദിവസമായി ഒരു വിവരവും അറിയാതെ നീ തീ തിന്ന് ജീവിക്കുകയായിരുന്നു ഞങ്ങൾ. ശില്പ രണ്ടാളെയും ചേർത്ത് പിടിച്ചു. നീ ആദ്യം അവരെ ഒന്ന് അകത്ത് കയറ്റി പെണ്ണേ. രാകേഷ് പറഞ്ഞപ്പോൾ ശില്പ രണ്ടുപേരെയും കൈപിടിച്ച് അകത്തേക്ക് നടന്നു. അമ്മുവും അജയും ടെൻഷനോടെ പരസ്പരം നോക്കി. നീ പേടിക്കാതെ കിച്ചു. വിളറി വെളുത്ത് നിൽക്കുന്ന കിച്ചുവിനോട് സച്ചി പറഞ്ഞു. അജയുടെ അച്ഛനും അമ്മയും അറിയുമ്പോൾ എനിക്ക് ആകെ പേടിയാവുന്നു സച്ചി. അപ്പോഴേക്കും രാകേഷിന്റെ അച്ഛനും അമ്മയും മുറിയിൽ നിന്ന് ഇറങ്ങി വന്നു. പിന്നാലെ സുലോചനയും രാഖിയും. അമ്മു അമ്മായിയെ നോക്കി വിതുമ്പിപ്പോയി. സുലോചന ഓടി വന്ന് അവളെ നെഞ്ചോട് ചേർത്തു. എവിടെയായിരുന്നു കുട്ടിയെ? ഞാൻ ആകെ പേടിച്ചു പോയി. കൊച്ചുവിനെ ഞാൻ ഒരുപാട് വഴക്ക് പറഞ്ഞു. നിന്നെ കാണാതായത് അവൻ്റെ എടുത്തുചാട്ടമാണെന്നും പറഞ്ഞു. നിനക്കൊന്നും പറ്റിയില്ലല്ലോ? ഇല്ല അമ്മായി. അജയ് എന്നെ രക്ഷിച്ചത്. അജയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അമ്മ പറഞ്ഞപ്പോൾ സുലോചന നന്ദിയോടെ അവനെ നോക്കി. നിങ്ങൾ ഇവിടുന്ന് എങ്ങോട്ടാ പോയത്? ഫോണിൽ പോലും വിളിച്ചിട്ട് കിട്ടിയില്ലല്ലോ. അജയുടെ അച്ഛൻ രവീന്ദ്രൻ ചോദിച്ചു. അത് ഞങ്ങൾ രക്ഷപ്പെട്ട് കയറിയ ലോറി ഗുജറാത്തിലാണ് പോയത്. ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. ഗുജറാത്തിൽ ഒരു ഗ്രാമത്തിലായിരുന്നു പിന്നെ 2 ദിവസം. അജയ് പറഞ്ഞുകൊണ്ട് അമ്മുവിനെ നോക്കി. മാധുരി ഓടി വന്നപ്പോൾ അമ്മു അവളെ അത്ഭുതത്തോടെ നോക്കി. ഇപ്പോൾ ഒന്നും മിണ്ടരുതെന്ന് മാധുരി അവളെ ചുണ്ടിൽ വിരൽ വെച്ച് ആംഗ്യം കാണിച്ചു. അപ്പോഴാണ് അമ്മുവിൻ്റെ കഴുത്തിലെ മംഗൾസൂത്രം മാധുരി കാണുന്നത്. മാധുരി പകപ്പോടെ അവളെ നോക്കി. അജയുടെ കയ്യിലെ ചുവന്ന ചരട് കണ്ട് മാധുരി സംശയത്തോടെ നോക്കി. ഗുജറാത്തിലൊക്കെ വരൻ്റെ കയ്യിൽ ചിലയിടത്ത് ചുവന്ന ചരട് കെട്ടാറുണ്ട്. മാധുരി കിച്ചുവിനെ നോക്കി. അവളുടെ നോട്ടവും ഭാവവും കണ്ട് അവൻ നിസ്സഹായതയോടെ നോക്കി. ഏതായാലും ഒരാപത്തും സംഭവിക്കാതെ ഇങ്ങ് എത്തിയല്ലോ, അത് മതി. രാകേഷിൻ്റെ അമ്മ ലത കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു. നിങ്ങൾക്കെന്താ പിള്ളേരെ ഒരു പരിങ്ങലും വെപ്രാളവും? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? രാഖി ഹരിയെ നോക്കുന്നുണ്ട്. അവൻ്റെ മുഖത്ത് ഒരുതരം മരവിപ്പായിരുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടായിരിക്കുമോ എന്ന് രാഖി ആലോചിച്ചു. എന്താടാ, എന്തു പറ്റി? അച്ഛാ, ഞാനൊരു വലിയ തെറ്റ് ചെയ്തു. അജയ് തല കുനിച്ചു പറഞ്ഞപ്പോൾ രവീന്ദ്രൻ മുഖം ചുളിച്ച് അവനെ നോക്കി. നീ എന്താ പറഞ്ഞു വരുന്നത്? രവീന്ദ്രൻ സംശയത്തോടെ ചോദിച്ചു. സച്ചി സത്യം തുറന്നു പറയാൻ കിച്ചുവിനോട് കണ്ണു കാണിച്ചു. പക്ഷെ അവരെ ഞെട്ടിച്ചുകൊണ്ട് അജയ് രവീന്ദ്രൻ്റെ കാൽക്കലേക്കിരുന്നു. മറ്റുള്ളവർ അവൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയാതെ നോക്കി. ഇവനിത് എന്തിനുള്ള പുറപ്പാടാ? രാകേഷ് പറഞ്ഞപ്പോൾ അമ്മു വിറയലോടെ കിച്ചുവിൻ്റെ കയ്യിൽ മുറുക്കി പിടിച്ചു. അത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ മേഘയെ അവൻ പറഞ്ഞു നിർത്തിയതും അവൻ്റെ കവിളിൽ അടി വീണതും ഒന്നിച്ചായിരുന്നു. നടന്നത് എന്തെന്നറിയാതെ ചെവിക്കുള്ളിൽ ഒരു മൂളിച്ചം മാത്രം കേട്ട് അജയ് തല കുടഞ്ഞു. നിന്റെ അനിയൻ്റെ ഡയലോഗ് ഒറിജിനലാണെന്ന് പറയുകയില്ല. അത്രയ്ക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ടുണ്ട്.
കിട്ടിയത് കുറഞ്ഞു പോയില്ലെങ്കിലേ ഉള്ളൂ. സച്ചി പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ രാകേഷ് ദേഷ്യത്തോടെ അജയെ നോക്കി. നീ എന്താടാ അമ്മുവിനെ ചെയ്തത് പറയടാ. രവീന്ദ്രൻ അവൻ്റെ കുത്തിനെ പിടിച്ച് ചോദിച്ചപ്പോൾ അമ്മു ഓടി വന്ന് രവീന്ദ്രനെ തടഞ്ഞു. അജയ് ഒന്നും ചെയ്യല്ലേ അച്ഛാ, എൻ്റെ കൂടി സമ്മതം ചോദിച്ചിട്ട് അജയ് ഒരു തെറ്റും ചെയ്തിട്ടില്ല. സച്ചി കൈ നെറ്റിയിലടിച്ച് നിന്നുപോയി. പഠിക്കൽ കൊണ്ട കല ഉടച്ചു. രണ്ടും കണക്കാ. രാകേഷ് വാ തുറന്ന് നിന്നുപോയി. രണ്ടുപേരും അറിഞ്ഞുകൊണ്ടാണോ നിങ്ങളിങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. രാകേഷെ, ഇനി ഇടപെട്ടില്ലേ കാര്യങ്ങൾ കൈവിട്ടു പോവും. സച്ചി ഓർമ്മിപ്പിച്ചപ്പോൾ രാകേഷ് മുന്നോട്ട് വന്നു. എന്താടാ രാകേഷ് ഇതൊക്കെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. 2 ദിവസം 2 പേരെയും കുറിച്ച് ഒരു വിവരവും ഇല്ലായിരുന്നു. ഇവർ എവിടെയാണെന്നോ ഒന്നും അറിയില്ലായിരുന്നു. ഇപ്പം പറയുന്നത് കേട്ടില്ലേ? ഇവൻ എങ്ങനെ തോന്നി ഒരു പെൺകുട്ടിയോട്? അജയ് വാ തുറന്ന് നോക്കി നിന്നുപോയി. എൻ്റെ പൊന്നച്ച, ഈ വിവരമില്ലാത്ത രണ്ടും പറയുന്നത് കേട്ട് തെറ്റിദ്ധരിക്കരുത്. സത്യം എന്താണെന്ന് ഞാൻ പറയാം. രാകേഷ് രവീന്ദ്രനോട് പറഞ്ഞപ്പോൾ അവൻ പറയുന്നത് കേൾക്കാൻ മറ്റുള്ളവരും കാതോർത്തു. രാകേഷ് പറഞ്ഞ സത്യങ്ങൾ അറിഞ്ഞ് ഞെട്ടലിലായിരുന്നു എല്ലാവരും. ആരും പരസ്പരം മിണ്ടാതെ നിശബ്ദമായി നിന്നുപോയി. കിച്ചുവും രാകേഷും പരിഭ്രമത്തോടെ നിന്നു.